അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വയനാട് ദുരന്തം സംഭവിച്ചു. ഒരുപാട് നമ്മുടെ സഹോദരന്മാർ അവിടെ മരണപ്പെട്ടു. കേരളത്തിലെ യുക്തിവാദികൾ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വലിയ ദുരന്തം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കാൻ മാത്രം ഇത്രക്ക് ക്രൂരനാണോ ദൈവം എന്നാണ് അവർ ഉന്നയിക്കുന്ന ചോദ്യം. പ്രസക്തമല്ലാത്ത ചോദ്യമാണെങ്കിലും സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയട്ടെ. ഇവിടെ എന്താണ് പരീക്ഷണം എന്നുള്ളത് ഇവർ വ്യക്തമാക്കുന്നില്ല. പ്രകൃതി ദുരന്തമാണോ പരീക്ഷണം എന്ന് പറയുന്നത്? അതൊരിക്കലും ഒരു പരീക്ഷണമല്ല. അല്ലെങ്കിൽ അവിടെ ധാരാളം ആളുകൾ മരണപ്പെട്ടു, അതാണോ പരീക്ഷണമെന്ന് പറയുന്നത്? മരണം എന്നതൊരു പരീക്ഷണമല്ല, അതൊരു സത്യമാണ്. എല്ലാവരും ഇവിടെ മരിക്കേണ്ടവരാണ്. മരണം പല രീതിയിലാണ് മനുഷ്യന് സംഭവിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ്. ചിലപ്പോൾ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ടുകൊണ്ട് മരണം സംഭവിച്ചേക്കാം. ചിലപ്പോൾ വാഹന അപകടത്തിൽപ്പെട്ടുകൊണ്ട് ആക്സിഡൻ്റായി മരണം സംഭവിച്ചേക്കാം. ചിലപ്പോൾ വലിയ മാരകമായ അസുഖങ്ങൾ പിടിപെട്ടുകൊണ്ട് മരണം സംഭവിച്ചേക്കാം. എങ്ങനെ വന്നാലും ചിലപ്പോൾ സ്വാഭാവിക മരണം സംഭവിച്ചേക്കാം. എങ്ങനെയായിരുന്നാലും മരണം ഒരിക്കലും ഒരു പരീക്ഷണമല്ല, അതൊരു പരമസത്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പ്രകൃതി ദുരന്തമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരീക്ഷണമെന്ന് പറയുന്നത്? പ്രകൃതി ദുരന്തം ഒരിക്കലും ഒരു പരീക്ഷണമല്ല, മറിച്ച് അത് പ്രകൃതി നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. അത് മനുഷ്യൻ പ്രകൃതിയിൽ കേൾപ്പിക്കുന്ന ചില കൈകടത്തലുകൾ, അനാവശ്യ കൈകടത്തലുകൾ, മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ ആ ചൂഷണത്തിനോട് ഭൂമി അല്ലെങ്കിൽ പ്രകൃതി പ്രതികരിക്കുന്നതാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വന്നുപെടുന്നത്. ഭൂമിയെ ശക്തിപ്പെടുത്തേണ്ട, ഭൂമിയെ താങ്ങി നിർത്തേണ്ട കരിങ്കൽ കോറികളും ചെങ്കൽ കോറികളുമെല്ലാം വെട്ടി നിരത്തിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ മണിമാണികകൾ നമ്മൾ പണിയുന്നു. നമ്മൾ ഓർക്കുന്നില്ല, നമ്മളിവിടെ ചെയ്യുന്നത് തീർത്തും പ്രകൃതി വിരുദ്ധമായ കാര്യമാണ്. ഭൂമിക്ക് ഇതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് സംഭവിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വലിയ വലിയ കുന്നും മലകളുമെല്ലാം ഉരുൾപൊട്ടലിലൂടെ ഒരുപാട് ആളുകൾക്ക് ഇവിടെ മരണം സംഭവിച്ചേക്കാം എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ വരുന്ന സമയത്ത് പ്രകൃതിയിൽ നിന്ന് ഊറ്റാവുന്നിടത്തോളം ഊറ്റിയിട്ട് അതുകൊണ്ടൊക്കെ നമ്മൾ സുഖിച്ച് സന്തോഷിച്ച് ഇവിടെ ജീവിച്ചിട്ട് പ്രകൃതി ദുരന്തങ്ങൾ, അത് മുഖേന നമുക്ക് വന്നേക്കാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന സമയത്ത് ആഹാ, ദൈവം ഇത്രക്ക് ക്രൂരനാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത വ്യക്തിയോ? അവരൊക്കെ നല്ല പിള്ളയാണ്, അവർ ഭൂമിയെ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു തരം വിരോധ ആഭാസമാണ്. ഉദാഹരണത്തിന്, ഒരുപാട് വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡ്, ആ റോട്ടിലൂടെ മദ്യപിച്ചുകൊണ്ട് അമിത വേഗതയിൽ ഒരാൾ കാർ ഓടിക്കുന്നു. അങ്ങനെ അദ്ദേഹം മറ്റൊരു വണ്ടിയുമായി കൂട്ടിയിടിച്ചു, അദ്ദേഹം മരണപ്പെട്ടു. കൈകാലുകളും ശരീരത്തിൻ്റെ അവയവങ്ങളുമെല്ലാം അതിൻ്റെ ഉള്ളിൽ ഞെരിഞ്ഞമർന്നുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഒരാൾ പറയാണ്, ഹൗ, ദൈവം ഇത്രക്ക് ക്രൂരനാണോ എന്ന്. ഇദ്ദേഹം വണ്ടി ഓടിച്ചതോ, ഇദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മദ്യപിച്ചുകൊണ്ട് അമിത വേഗതയിൽ വണ്ടി ഓടിച്ച ആ വ്യക്തി, അദ്ദേഹം നല്ലവനാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, മുല്ലപ്പെരിയാർ, ഈ ഡാം കെട്ടുക എന്നുള്ളത് ഭൂമിക്ക് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. നമുക്ക് തന്നെ അറിയാം, ഒരു നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവിടെ ഒരു ഡാം പണിഞ്ഞുകൊണ്ട്, ഒരു അണക്കെട്ട് പണിഞ്ഞുകൊണ്ട് സ്വാഭാവിക ഒഴുക്കിനെ തടഞ്ഞു നിർത്തിയിട്ട് മറ്റൊരു ദിശയിലേക്ക് ആ വെള്ളത്തെ ഒഴുക്കി വിടുക എന്നുള്ളത് പ്രകൃതിക്ക് നിരക്കാത്ത കാര്യം തന്നെയാണ്. അത് തെറ്റാണ്. എങ്ങാനും ആ ഭിത്തി അവിടെ നിന്ന് തകർന്നടിഞ്ഞുകൊണ്ട് ദശലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടാൽ അപ്പോഴും ചോദിക്കും, ദൈവം ഇത്രക്ക് ക്രൂരനായിരുന്നോ എന്ന്. അപ്പോൾ മനുഷ്യൻ ചെയ്തതോ? അത് പ്രശ്നമല്ല. മനുഷ്യൻ്റെ കൈകടത്തലുകൾക്ക് കാരണം തന്നെയാണ്, മനുഷ്യൻ ഈ ഭൂമിയിൽ ഏൽപ്പിക്കുന്ന ഇത്തരം ചൂഷണങ്ങൾ തന്നെയാണ് മനുഷ്യന് ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതൊരു പരീക്ഷണമല്ല, മറിച്ച് ഭൂമി നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളാണ്. നിങ്ങൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കുക, നിങ്ങൾ ഭൂമിയെ നശിപ്പിക്കുന്ന പരിപാടി ഏർപ്പാടുകൾ നിങ്ങൾ നിർത്തുക എന്ന് ദൈവത്തിലൂടെ ഭൂമി നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളാണ്. മരണം ഒരിക്കലും ഒരു പരീക്ഷണമല്ല, അതൊരു സത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ
തോന്നുന്നതെല്ലാം, മനസ്സിന് തോന്നുന്നതെല്ലാം ചെയ്തിട്ട് സുഖിച്ച് അർമാദിച്ച് ഭൂമിയെ നശിപ്പിച്ച് ഊറ്റാവുന്നിടത്തോളം ഊറ്റിയിട്ട് എല്ലാ തെറ്റുകളും മനുഷ്യൻ ചെയ്യുന്നു. അതിന് ഭൂമി നൽകുന്ന അല്ലെങ്കിൽ ശരീരം നൽകുന്ന മുന്നറിയിപ്പുകൾ വരുമ്പോൾ, പല രോഗങ്ങളും സംഭവിക്കുമ്പോൾ, പല പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ വരുന്നു, ദൈവത്തെ, ആ കുറ്റം മുഴുവനും ദൈവത്തിൽ ചാർത്തുന്നത് ഒരു തരം വിരോധാഭാസമാണ്. ഇല്ലെങ്കിൽ ആ പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ്, പൊട്ടത്തരങ്ങൾ മാത്രമാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇത്തരം ആളുകളുടെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.